ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ ദേവസ്വം ബോർഡിന്റെ പുതുക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകും. ഇതോടൊപ്പം അപാകതകളിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലവും സമർപ്പിക്കും. അതേസമയം സമർപ്പിച്ചത് ശരിയായ കണക്കുകൾ ആണെന്നാണ് IICയുടെ വിശദീകരണം. പ്രശാന്ത് കൃഷ്ണ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ ദേവസ്വം ബോർഡിന്റെ പുതുക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് എപ്പോഴാണ് ഹൈക്കോടതിയിൽ നൽകുക? ഈ അപാകതകളിലൊക്കെ എന്ത് വ്യക്തതയായിരിക്കും വരുത്തുക? മോദി, ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചിരുന്നു. അപ്പോൾ അതിൽ അപാകതകളുണ്ട് റിപ്പോർട്ട് ഓഡിറ്റർക്ക് മുന്നിലേക്ക് എത്തിയ വിവരങ്ങളിൽ എന്ന വിലയിരുത്തൽ നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സത്യവാങ്മൂലം മാത്രമല്ല, പുതുക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ ഹൈക്കോടതിയിൽ നൽകാനുള്ള തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം IIC ഇന്നത്തെ യോഗത്തിൽ ദേവസ്വം ബോർഡിന് മുൻപാകെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർ നിരത്തിയ കണക്കുകൾ, അയ്യപ്പ സംഗമത്തിന്റെ ചിലവായി അവർ നിരത്തിയ കണക്കുകൾ ശരിവെക്കുന്ന, അല്ലെങ്കിൽ അത് തന്നെയാണെന്ന് അവർ ഉറച്ചു നിൽക്കുകയാണ്. 7,04 ലക്ഷം രൂപയാണ് അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് വന്നതായി അവർ കണക്കുകൾ നിരത്തിയിട്ടുള്ളത്. പക്ഷെ അവർ അത് റിപ്പോർട്ടായി നൽകിയിട്ടുണ്ട്. ആ കണക്കുകൾ അക്കൗണ്ട്സ് ഓഫീസറോട് പരിശോധിക്കാനാണ് ദേവസ്വം കമ്മീഷണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുതുക്കി നൽകുന്നതിന്റെ മുന്നോടിയായി ലോക്കൽ ഫണ്ട്, സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗമായ ലോക്കൽ ഫണ്ടിന്റെ ഒരു വിവരങ്ങൾ കൂടി, അതായത് അവരുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തിയ ശേഷം ഹൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ്. എന്തായാലും ഇനി ഒരു വിലപേശലിന് സാധ്യതയില്ല. കാരണം 4,99 ലക്ഷം രൂപ മാത്രമേ ചെലവായി അംഗീകരിക്കുമെന്ന നിലപാട് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം തന്നെ ഊരാളുകളുടെ കമ്പനിയായ IICയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനിയൊരു വിലപേശലില്ല. അതിൽ കൂടുതൽ തുകയാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 7,04 ലക്ഷം രൂപയാണ് അവർ ചിലവായി കണക്കാക്കിയിട്ടുള്ളതെങ്കിലും അത് ബോർഡിന് നൽകാൻ സാധിക്കില്ല. അത് നൽകില്ല. ആ രീതിയിൽ തന്നെ അത് നിലനിൽക്കും എന്ന് തന്നെയാണ് ബോർഡ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, ഏറ്റവും ഒടുവിൽ ഇതിൽ ആരുടെ ഭാഗത്താണ് ഈ തകരാറ് എന്നതാണ് പൊതുജനം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിന് ബോർഡായാലും IIC ആയാലും സർക്കാരായാലും ഇതിൽ ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നതാണ് അറിയേണ്ടത്. ഇതിൽ ഓഡിറ്റർക്ക് മുൻപാകെ എത്തുന്ന കണക്കുകൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമാണോ, അല്ലെങ്കിൽ അവിടെ ചെലവാക്കി എന്ന് പറയുന്ന കണക്കുകളെല്ലാം കൃത്യമാണോ എന്നതിന്റെ പരിശോധനയാണ് ഒരു വശത്ത് നടക്കാൻ പോകുന്നത്. അങ്ങനെ നടത്തി കണക്കുകൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ നൽകിയ കണക്കുകൾക്കെല്ലാം കൃത്യമായ രേഖകളും വ്യക്തതകളും വേണം. അത് അങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിച്ചാൽ പോലും അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി വരുത്തിയ ചെലവുകൾ ഇത്ര അധികമായത് അതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രസക്തമാകാൻ പോകുന്നത്. അപ്പോൾ ഈ ഉണ്ടായി എന്ന് പറയുന്ന ചെലവുകൾ പ്രസക്തമായിരുന്നോ, അല്ലെങ്കിൽ ആവശ്യമുള്ളതാണോ അനാവശ്യമുള്ളതാണോ എന്നതിന്റെ ഒരു പരിശോധനയിലേക്ക് ഓഡിറ്റ് റിപ്പോർട്ട്, പുതുക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഹൈക്കോടതി അതിനൊരു അന്വേഷണമോ അല്ലെങ്കിൽ നിർദ്ദേശമോ നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും. പ്രശാന്ത് കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.